ഹായ് കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിരവധി കൂട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട്, ഒരു 5G ഫോൺ നിങ്ങൾ സജസ്റ്റ് ചെയ്യാമോ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ. 5G എന്നത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും അത് വ്യാപകമാകാൻ ഇനിയും സമയമേറെ എടുക്കും. 2023 പകുതിയെങ്കിലും എത്തുമ്പോഴേ 5G എന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് 5G ഫോൺ പോയി നമ്മൾ വാങ്ങുന്നത് ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയാതെ വയ്യ. കാരണം ഈ 1.5 കൊല്ലം കൊണ്ട് നിരവധി വ്യത്യാസങ്ങൾ ഫോണുകളിൽ വരും. അപ്പോൾ നമ്മുടെ അടുത്ത 5G ഫോൺ സത്യത്തിൽ അവിടെ വേസ്റ്റ് ആവും. എന്നാലും ചില ആളുകൾക്ക് ഇപ്പോൾ തന്നെ 5G ഫോൺ വാങ്ങിയേ മതിയാകുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിന്നൊരു 5G ഫോണാണ് പരിചയപ്പെടുന്നത്. ഇത് ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളുകളായി. മിയുടെ 11X 5G എന്ന മോഡലാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതുവരെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ഞാനിതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഉപയോഗത്തിനിടയിലുള്ള എക്സ്പീരിയൻസിലുള്ള എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ മിയുടെ ഫോണോ അല്ലെങ്കിൽ വിവോയുടെയോ അല്ലെങ്കിൽ ഒപ്പോ ഏത് ബ്രാൻഡിൻ്റെ ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിലും ഞാനൊരു ആപ്ലിക്കേഷൻ കൂടി പരിചയപ്പെടുത്തി തരാം. എലൈറ്റ് എന്ന് പറയുന്ന പത്തനംതിട്ടയിലും കൊല്ലത്തുമുള്ള ഒരു പ്രമുഖ ഡീലർഷിപ്പിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിന്നിപ്പോൾ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. എലൈറ്റ് മൊബൈൽസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങളവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറും പേരൊക്കെ നൽകിയിട്ടൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ പ്ലേസ് ഓർഡർ എന്നത് പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവരുടെ വാട്സാപ്പ് നമ്പറിലേക്കായിരിക്കും കണക്റ്റ് ആവുക. അവിടെ നിങ്ങൾക്ക് അത് COD ആയിട്ട് വേണോ അഥവാ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് വാങ്ങണോ എന്നൊക്കെ തീരുമാനിക്കാം. അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പത്തനംതിട്ടയിലും കൊല്ലത്തുമുള്ളവരാണ് എങ്കിൽ സെയിം ഡേ തന്നെ അവർ ആ ഒരു മൊബൈൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. മൊബൈൽ മാത്രമല്ല, അങ്ങനെ പല ഇലക്ട്രോണിക് പ്രൊഡക്ട്സ് അവർക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും എലൈറ്റ് മൊബൈൽസിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ കാണാം, എങ്ങനെയുണ്ട് ഈ ഒരു മൊബൈൽ എന്ന് നമുക്ക് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇത്തരമൊരു പാക്കേജിലാണ് നമുക്ക് ഫോൺ ലഭിക്കുന്നത്. ഫോണിൻ്റെ പാക്കേജിൽ റിയർ സൈഡ് സോഫ്റ്റ്വെയർസും 33 വാട്ടിൻ്റെ പവർ അഡാപ്റ്ററും USB to C ടൈപ്പ് കേബിളും 3.5 mm C ടൈപ്പ് ഹെഡ്ഫോൺ അഡാപ്റ്ററും സിം ഇജക്ടറും യൂസർ മാനുവലുമാണ് ഉണ്ടാവുക. സ്വല്പം കനം കൂടിയൊരു ഫോണാണിത്. 190 ഗ്രാം ഭാരമുണ്ട്. ഇതിന് കാര്യമായിട്ട് തിക്നെസ് ഒന്നുമില്ലെങ്കിലും അൾട്രാ സ്ലിം ഒന്നുമല്ല, ഒരു 7.8 mm തിക്നെസ് ഉണ്ട്. കോസ്മിക് ബ്ലാക്ക് എന്ന നിറത്തിലുള്ള ഈ ഒരു ഫോണിന് 6.67 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. റിയർ സൈഡിൽ മനോഹരമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ക്യാമറകളാണ് ഇതിൻ്റെ ഒരു ആകർഷണം. കുറച്ച് നാളുകളായി ഞാനിത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്നും എനിക്കിതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കിയാൽ കാര്യമായിട്ടുള്ള കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഗെയിമൊക്കെ കളിക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 870 പ്രോസറും 8GB റാമുമുള്ള ഈ ഒരു ഫോൺ താരതമ്യേന നല്ല പെർഫോമൻസ് തന്നെയാണ് നമുക്ക് നൽകുന്നതെന്ന് പറയാം. 6GB റാമുള്ള വെർഷനും ഇതിനുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചാർജിൻ്റെയും ഒക്കെ പെർഫോമൻസ് നോക്കാം. 4520 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. നമുക്കറിയാം മിയുടെ ഫോണുകളെല്ലാം തന്നെ ദീർഘകാലം ബാറ്ററി നിലനിൽക്കുന്നതാണ്. ഒരു ദിവസത്തിനപ്പുറം നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ ആ ഒരു ചാർജ് മതിയാവും. മറ്റുള്ള കമ്പനികളുടെ പോലെ ഒന്നല്ല. പക്ഷേ ഇതിൽ ചില കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തനല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ 33 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഈ ഒരു പാക്കേജിൽ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ ഒരു മൊബൈൽ 33 വാട്ടാണ് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാവുന്നത്. ഇതേ പ്രൈസ് റേഞ്ചിലുള്ള ഒപ്പോയുടെ ഏതെങ്കിലും മൊബൈലുകളൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് 65 വാട്ടാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്. നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇതേ പ്രൈസ് റേഞ്ചിലുള്ള മറ്റു ഫോണുകൾ ലഭ്യമായിരിക്കെ നമുക്ക് ഇതിലൊരു 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എന്നത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഇതിൽ ഇപ്പോൾ വയർലെസ് ചാർജിങ് നമ്മളെല്ലാവരും ഒട്ടുമിക്ക മൊബൈലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ വയർലെസ് ചാർജിങ്ങും ലഭ്യമല്ല. ഡിസ്പ്ലേ സൈഡ് നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഫുൾ HD+ റെസൊല്യൂഷൻ, അതായത് 2400x1080 പിക്സൽ റെസൊല്യൂഷൻ ഉണ്ട്. നല്ല ബ്രൈറ്റ്നസ് ഉള്ള ക്വാളിറ്റി ഉള്ള വിഷ്വലുകൾ തരുന്ന 120 Hz റിഫ്രഷ് റേറ്റുള്ള HDR10+ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയുടെ നിലവാരത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു മി ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ യാതൊരു കുഴപ്പമൊന്നും തോന്നില്ല. നല്ല ഫോട്ടോ അതിനെ അല്ലെങ്കിൽ നല്ല വീഡിയോകൾ തന്നെ എന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ നിങ്ങൾ മറ്റൊരു മി ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ, നിലവിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Redmi Note 10 Pro Max ആണ്. അതിന് ഏകദേശം 20,000 രൂപയെ വില വരുള്ളൂ. ഇതിന് 28,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും 8,000 രൂപ വില കുറഞ്ഞ ആ ഒരു ഫോണിലെടുക്കുന്ന ഫോട്ടോകൾക്ക് ഇതിൻ്റെ ക്യാമറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ക്യാമറയാണ് എത്രയോ ഭേദമെന്ന് തോന്നും. ഇതിന് ഒരു ഡെപ്ത് ഉണ്ട്, പക്ഷേ തെളിച്ചം കുറവാണ്. അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പോരായികയായിട്ട് എനിക്ക് പറയേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ ഓട്ടോ ഫോക്കസ് അങ്ങനെ ചെറിയൊരു ഇഷ്യൂ അതിലും തോന്നുന്നുണ്ട്. അപ്പോൾ വില കൂടിയതുകൊണ്ട് മാത്രം ഒരു ഫോൺ എടുക്കുമ്പോൾ അതിൽ ക്യാമറ നന്നായിരിക്കണമെന്ന് ഇല്ല. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് ധനീഷ് ബ്രില്യൻ TV, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ആബിദ്, പുള്ളി ജമ്മുവിൽ മിലിറ്ററിയിലാണ്, പിന്നെ ഒരു അബൂബക്കർ ഉണ്ട് അവിടെ. അതാണ് അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഇവിടെ വന്നേക്കണേ കേട്ടോ.
അപ്പം സെൽഫി ക്യാമറ എന്നുള്ള വിഷ്വലുകൾ കണ്ട് ചില സമയത്തൊന്ന് കളറ് പെട്ടെന്ന് ഡിമ്മാവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ അബു കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയതാണ്ടോ. അതുണ്ടോ, വെറും 100 രൂപയുള്ളൂ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതുപോലെ നിർമ്മിക്കാൻ പറ്റുന്നത്. ഇവിടെ ഈ ചേട്ടൻ കുറേ വീടൊക്കെ ഉണ്ടാക്കി വെച്ചാലുണ്ടോ, ഇതൊക്കെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. വെറും എക്സ്റ്റേണൽ മൈക്കുകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ, പക്ഷേ അതിൽ നല്ല രീതിയിൽ വോയിസ് സ്ട്രീറ്റിംഗ് പോലും ഇത് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങളിൽ ക്യാമറ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ബ്രൈറ്റ്നസ് കറക്റ്റ് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 48 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയുള്ള ഈ ഒരു ഫോണിൽ 4K വീഡിയോകൾ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ റെക്കോർഡ് ചെയ്യാം. എന്നാലും ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് കാണിച്ചു തരാം. നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലെടുത്തതും ഈ Mi 11 Xലെടുത്തതും. അപ്പോൾ ഇത് രണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വോയിസിൻ്റെയൊക്കെ ആ വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ കുറച്ച് സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലെ ശബ്ദമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് Mi 11 Xൻ്റെ ശബ്ദമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിലെയും വിഷ്വൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും, റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലെ വിഷ്വലുകൾക്കാണ് കൂടുതൽ ഒരു തെളിച്ചമുള്ളതെന്ന്, അല്ലേ? ഇപ്പോൾ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 60 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്നത് മാത്രമാണ് 11 Xലുള്ളൊരു ഗുണം. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Mi 11ലെ മാക്രോ ആണ്. ഇനി കാണാൻ പോകുന്നത് നോക്കിയോതാ, ഇപ്പോൾ കളർ ചേഞ്ച് ആയിരിക്കുന്നു. ഇവിടെ കാണുന്നത് നമ്മൾ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലെ മാക്രോ ആണ്. അപ്പോൾ ഇത് രണ്ടും നോക്കിയാലും നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാം. ശബ്ദത്തിൻ്റെ കാര്യം നോക്കിയാൽ പെർഫോമൻസ് ഓക്കെ ആണെന്ന് അറിയാം. 3 മൈക്രോഫോണുകളും 2 സ്പീക്കറുകളും ഡോൾബി അറ്റ്മോസും ഒക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പെർഫോമൻസ് തന്നെ ക്യാപ്ചറിങ്ങിലും ഔട്ട്പുട്ടിലും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു കൂട്ടുകാർക്ക് ഈ ഒരു മൊബൈലിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സാധാരണ പറയുന്ന പോലെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് അഭിപ്രായങ്ങളുണ്ടാവും. അതെന്തായാലും കമൻറ്റുകളായിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ എലൈറ്റ് മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു.